നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ GDP 6.7 മുതൽ 6.9% വരെ വളർച്ച കൈവരിക്കുമെന്ന് ഡെലോയിറ്റ് ഇന്ത്യ. കരുത്തായത് ആഭ്യന്തര ഡിമാൻഡിലെ കുതിച്ചുചാട്ടം. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് US ചൈന ബന്ധം വഷളായി. ആശങ്കയിൽ ആഗോള വിപണികൾ. GDP അടക്കമുള്ള രാജ്യത്തെ സാമ്പത്തിക സൂചകങ്ങൾ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ. പരിഷ്കരണം അടുത്ത വർഷം തുടക്കത്തിലെന്ന് സൂചന. കനേഡിയൻ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് മോദി. സമഗ്രമായ സാമ്പത്തിക സ്വതന്ത്ര വ്യാപാര പങ്കാളിത്തത്തിന് വഴിയൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വാലാലംപൂരിലേക്കില്ല. മോദി പങ്കെടുക്കുക ഓൺലൈനായിട്ടായിരിക്കുമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 130.06 പോയിന്റ് ഉയർന്ന് 84,556.40 അവസാനിച്ചു. NSE നിഫ്റ്റി 22.80 പോയിന്റ് ഉയർന്ന് 25,891.40 അവസാനിച്ചു. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് സെഷനിൽ മാർക്കറ്റ് ആ ഒരു നേട്ടം കൈവിടുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ഇപ്പോൾ നോക്കുമ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,891 എന്നൊരു നിലയിലാണ്. അതായത് 0.09% ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള നേട്ടമാണ് നിഫ്റ്റി 50 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 58,078 എന്നൊരു നിലയിൽ 70 പോയിന്റിന് നേട്ടം, അതായത് 0.12% ഒരു നേരിയ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടത്തിലുമാണ് ഇപ്പോൾ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. വിപണിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്, തുടക്ക സമയത്തിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ 1% മുകളിലേക്ക് ഒരു നേട്ടം ഇന്ന് മാർക്കറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 1% മുന്നേറും, അല്ലെങ്കിൽ ആ ഒരു 1% മുകളിലേക്കൊക്കെയുള്ള ഒരു നേട്ടം അതിൽ മുകളിലോട്ട് പോകുമെന്നൊക്കെ തോന്നിച്ചിരുന്നെങ്കിൽ കൂടി സെക്കൻഡ് സെഷനിലോട്ട് വന്നപ്പോൾ മാർക്കറ്റ് ആ ഒരു നേട്ടം കൈവിട്ടുകൊണ്ട് താഴോട്ട് പോകുന്നതാണ് ഏതായാലും നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ടത് ബാങ്ക് നിഫ്റ്റി പുതിയ ഒരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 26,000 മുകളിലേക്ക് റീച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാനും നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു സെക്ടറൽ പെർഫോമൻസുകൾ നോക്കാം. സെക്ടേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഈ ഒരു ക്ലോസിംഗിൽ മാർക്കറ്റിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് സെക്ടറൽ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. IT എന്നാൽ 2% മുകളിലേക്ക് ഒരു മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു. ഒപ്പം പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ്, മീഡിയ, മെറ്റൽ, PSU ബാങ്ക്, FMCG, റിയൽറ്റി തുടങ്ങിയ സൂചികകളൊക്കെ പോസിറ്റീവായ ഒരു ക്ലോസിംഗ് എടുത്തപ്പോൾ ഇന്ന് ഓട്ടോ സൂചികൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇടിവാണ് കണ്ടത്. എനർജി ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഫാർമയിൽ ഫ്ലാറ്റ് ഇടിവുണ്ടായിരുന്നു. കൂടാതെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ ഇൻഡെക്സുകളൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് വിപണിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോഴും ഇന്ന് സ്ഥിതി എന്തായാലും കൂടുതൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് നമുക്ക് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. ആകെ നിഫ്റ്റി 50 കൂടാതെ നിഫ്റ്റി 100, 200, സ്മോൾ ക്യാപ് 50 തുടങ്ങിയ സൂചികയിൽ മാത്രമാണ് ഇന്നൊരു നേട്ടം രേഖപ്പെടുത്താൻ ബ്രോഡർ മാർക്കറ്റിൽ സാധിച്ചിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP 6.7 മുതൽ 6.9% വരെ വളർച്ച കൈവരിക്കുമെന്ന് ഡെലോയിറ്റ് ഇന്ത്യ. കരുത്തായത് ആഭ്യന്തര ഡിമാൻഡിലെ കുതിച്ചുചാട്ടമാണ്. കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും നയപരിഷ്കാരങ്ങളാണ് രാജ്യത്തിന് തുണയായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കുറഞ്ഞ പണപ്പെരുപ്പം, ഉപഭോക്തൃ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന റിസർവ് ബാങ്കിന്റെ പ്രവചനവും ഡിലോയിറ്റ് ശരിവയ്ക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം ശരാശരി 6.8% വളർച്ചയായിരിക്കും രാജ്യം കൈവരിക്കുക. ശരാശരി വളർച്ചയിൽ ഡിലോയിറ്റ് മുൻ പ്രവചനത്തെക്കാൾ 0.3% പോയിന്റിന്റെ വർധനയാണ് ഇപ്പോൾ വരുത്തിയത്. വരും വർഷങ്ങളിലും വളർച്ചയിൽ രാജ്യം ഈ പ്രവണത പിന്തുടരും. വെല്ലുവിളിയായി നിൽക്കുന്നത് വ്യാപാരവും നിക്ഷേപവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഉത്സവ സീസണിൽ ആവശ്യകത ഉയർന്നത് ഉപഭോഗ വർധനവിന് വഴിവെച്ചതായി ഡിലോയിറ്റ് ഇന്ത്യ സാമ്പത്തിക വിദഗ്ധൻ റംകി മജുംദാർ പറഞ്ഞു. ഇക്കാരണത്താൽ വ്യവസായികൾ ഉയർന്ന ആവശ്യകത നിറവേറ്റാൻ ഉൽപ്പാദനം ഉയർത്തി. ഇത് രാജ്യത്ത് ശക്തമായ സ്വകാര്യ നിക്ഷേപം എത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വർഷാവസാനത്തോടെ ഇന്ത്യ US-ഉമായും യൂറോപ്യൻ യൂണിയനുമായും കരാറിലേർപ്പെടുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഇത് മൊത്തത്തിലുള്ള നിക്ഷേപ വികാരങ്ങൾ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1-3 പാദങ്ങളിലെ ശക്തമായ വളർച്ച മൊത്തത്തിലുള്ള വാർഷിക വളർച്ചയെ നയിക്കുമെന്നും മജുംദാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് US ചൈന ബന്ധം വഷളായി, ആശങ്കയിൽ ആഗോള വിപണികൾ. വെള്ളിയാഴ്ച മലേഷ്യയിൽ ആരംഭിക്കുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ ഉച്ചകോടിക്കിടെ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ സംസാരിക്കുമെന്നാണ് വിവരം. 27-ാം തീയതി വരെയാണ് ഉച്ചകോടി നീണ്ടുനിൽക്കുക. ചൈനീസ് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സെൻട്രൽ കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം കൂടിയായ വൈസ് പ്രീമിയർ ഹെ ലൈഫെങ് ആയിരിക്കും. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും US വ്യാപാര പ്രതിനിധി ജാമിസണും US സംഘത്തിലുണ്ട്. നേതാക്കളുടെ കൂടിക്കാഴ്ചയോടെ ആഗോള വ്യാപാര യുദ്ധത്തിന് അവസാനമാവുമെന്ന പ്രതീക്ഷയിൽ നിൽക്കെയാണ് താരിഫ് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായത്. റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണ കമ്പനികൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെയും ചൈന എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമം പാലിക്കാതെയാണ് അമേരിക്കൻ നടപടിയെന്നാണ് വിഷയത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ പ്രതികരിച്ചത്. ഇതിനിടെ നവംബർ 1 മുതൽ ചൈനയ്ക്ക് അധികമായി 100% തീരുവ ചുമത്തുമെന്ന അമേരിക്കയുടെ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ആഗോള വിപണികളിൽ ആശങ്ക ജനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോളതലത്തിൽ സ്വർണം വെള്ളി നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തിയതും ഇരുലോഹങ്ങളും തകർച്ച നേരിട്ടതും ഈ കൂടിക്കാഴ്ചയുടെ സാഹചര്യത്തിലാണെന്നും വിപണി വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GDP അടക്കമുള്ള രാജ്യത്തെ സാമ്പത്തിക സൂചകങ്ങൾ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ. പരിഷ്കരണം അടുത്ത വർഷം തുടക്കത്തിലെന്നാണ് സൂചന. ഇന്ത്യയുടെ GDP കണക്കാക്കാൻ സർക്കാർ ഇനി 2022-23 വിലയെ ആശ്രയിക്കും. ഈ പുതുക്കിയ നമ്പർ അടുത്ത വർഷം ഫെബ്രുവരി 27 പുറത്തിറങ്ങും. അതുവരെ കേന്ദ്ര ബജറ്റും മറ്റ് റിപ്പോർട്ടുകളും പഴയ സംവിധാനം ഉപയോഗിക്കുന്നത് തുടരുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. GDPക്കൊപ്പം പണപ്പെരുപ്പം, വ്യാവസായിക വളർച്ച എന്നീ സൂചകങ്ങളിലും മാറ്റം വരും. ബാങ്കിംഗ്, IT, ആരോഗ്യ സംരക്ഷണം, ടൂറിസം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്ന സേവന മേഖലയെ ട്രാക്ക് ചെയ്യുന്നതിനായി ഒരു പുതിയ സൂചികയും ഉണ്ടാക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. 2023-24 കാലത്തെ വിലകളെ അടിസ്ഥാനമാക്കി പുതിയ ചില്ലറ പണപ്പെരുപ്പ ഡാറ്റയും ഏപ്രിൽ മാസത്തിൽ വ്യാവസായിക ഉൽപ്പാദന സൂചിക ഡാറ്റയും പുറത്തുവിടും. ഇന്ത്യയുടെ സാമ്പത്തിക ഡാറ്റ പഴയകാല ജീവിത രീതിയെ ആശ്രയിച്ചുള്ളതാണ്. ഇത് ഇന്ന് ആളുകൾ എങ്ങനെ സമ്പാദിക്കുന്നു, ചെലവഴിക്കുന്നു, ജീവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റും. അതിനാണ് പുതിയ പരിഷ്കരണമെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കനേഡിയൻ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് നരേന്ദ്രമോദി. സമഗ്രമായ സാമ്പത്തിക സ്വതന്ത്ര വ്യാപാര പങ്കാളിത്തത്തിന് വഴിയൊരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. 2026 തുടക്കത്തിൽ ഇന്ത്യയിലേക്ക് എത്താനാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ ക്ഷണിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ഭാഗമായാണ് ക്ഷണം. കാർണി ക്ഷണം സ്വീകരിച്ചാൽ ഉഭയകക്ഷി വിഷയങ്ങളിൽ തുടർചർച്ച വേദി കൂടിയാകും ഉച്ചകോടി. എണ്ണ, വാതകം, ആണവോർജം, വളങ്ങൾ, സംസ്കരിച്ച ഭക്ഷണം, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നീ മേഖലകളിലാണ് സഹകരണം ശക്തമാക്കുക. AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയിലും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. കനേഡിയൻ ഊർജ്ജ മേഖലയിലും നിർമ്മാണ ധാതുക്കളിലും നിക്ഷേപിക്കാൻ ഇന്ത്യയും തയ്യാറാണ്. ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം $50 ബില്യൺ എത്തിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതെന്നും കാനഡയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ ദിനേശ് കുമാർ പട്നായിക്കും വ്യക്തമാക്കി. 2024 ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വ്യാപാരം $23.6 ബില്യൺ ഉയർന്നു. 2023 അപേക്ഷിച്ച് $12.7 ബില്യൺ കുതിപ്പ്. അമേരിക്കയുമായുള്ള താരിഫ് സംഘർഷങ്ങൾക്കിടയിലാണ് നീക്കമെന്നത് ശ്രദ്ധേയമാണ്. കാർണി ക്ഷണം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. നടന്നില്ലെങ്കിൽ അടുത്ത മാർച്ചിന് മുൻപായി മറ്റൊരു ചർച്ചയ്ക്കുള്ള വഴി തേടുമെന്നും ദിനേശ് കുമാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 600 രൂപ കുറഞ്ഞ് 91,720 രൂപയായി. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 11,465 രൂപയുമായിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണ്ണവില 9,381 രൂപയാണ്. വെള്ളി ഗ്രാമിന് 174 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ GDP 6.7 മുതൽ 6.9% വരെ വളർച്ച കൈവരിക്കുമെന്ന് ഡെലോയിറ്റ് ഇന്ത്യ. കരുത്തായത് ആഭ്യന്തര ഡിമാൻഡിലെ കുതിച്ചുചാട്ടം. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് US ചൈന ബന്ധം വഷളായി, ആശങ്കയിൽ ആഗോള വിപണികൾ. GDP അടക്കമുള്ള രാജ്യത്തെ സാമ്പത്തിക സൂചകങ്ങൾ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ. പരിഷ്കരണം അടുത്ത വർഷം തുടക്കത്തിലെന്ന് സൂചന.
കനേഡിയൻ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് നരേന്ദ്രമോദി. സമഗ്രമായ സാമ്പത്തിക സ്വതന്ത്ര വ്യാപാര പങ്കാളിത്തത്തിന് വഴിയൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വാലാലംപൂരിലേക്കില്ല. മോദി പങ്കെടുക്കുക ഓൺലൈനായിട്ടായിരിക്കുമെന്ന് സൂചന.